ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ല മഴയുണ്ട്, നല്ല വെയിലുണ്ട്, പിന്നെ നല്ല കാറ്റുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഓരോരോ എന്താ പറയുക സ്ഥിതി കൂടെ അങ്ങനെ കടന്നു പോകാൻ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് തന്നെ വിശ്വസിക്കട്ടെ. പിന്നെ എന്തെല്ലാം, അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ ഇഷ്ടപ്പെട്ട കമൻറ്റും പിന്നെ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ പകലൊന്നും വീഡിയോ ഇടാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ രാത്രിയായി, മക്കളൊക്കെ കിടന്നുറങ്ങി. പിന്നെ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കണമല്ലോ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഞാനിന്ന് നമ്മളെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ എനിക്ക് അനുഭവം ഉണ്ടായത് മാതിരി തന്നെ അനുഭവമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, ഞാനിങ്ങനെ നീട്ടി പറയുന്നൊന്നുമില്ല, കാര്യത്തിലേക്ക് പോകല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മളൊരു വ്യക്തിക്ക് തന്നെ എന്താ പറയുക, നമ്മളെ കൂടെ ചിലപ്പോൾ നല്ല ആൾക്കാരുണ്ടാവും, അതേപോലെ ചീത്ത ആൾക്കാരും ഉണ്ടാവും. നമ്മളെ കൂടെ തന്നെ എന്താ പറയുക കട്ട സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ചങ്കായിട്ട് നമുക്ക് ആൾക്കാരുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ചങ്കല്ലെങ്കിൽ കൂടിയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഫ്രണ്ട്സായിട്ടുള്ള ആൾക്കാരും ഒക്കെ നമ്മൾ ഓരോരോ വ്യക്തികൾക്കും ഉണ്ടാവില്ലേ. അപ്പോൾ എനിക്കും അങ്ങനെ എൻ്റെ കൂടെ എനിക്കും ഒത്തിരി ഫ്രണ്ട്സുകളുണ്ട്, നല്ല നല്ല ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കൂടെ നമ്മൾ നല്ലത് എന്ന് കരുതി നമ്മളെ കൂടെ നിർത്തുന്ന നമ്മളെ ഒറ്റ ചങ്കുകൾ എന്നറിയാം, നല്ല ഫ്രണ്ട്സായിട്ട് തന്നെ നമ്മൾ സ്വന്തം എന്ന് കരുതുന്ന ആൾക്കാർ ആയിരിക്കും ഒരു പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. കാരണം ഒരു എന്താ പറയുക, കൂടെ എപ്പോഴും എല്ലാ കാര്യത്തിനും അവരുണ്ടാവും, സപ്പോർട്ടായിട്ടും. ഇനിയിപ്പോൾ നമ്മൾ അലമ്പ് കളിക്കുകയാണെങ്കിലും ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ആണെങ്കിലും ഏതൊരു രീതിയിൽ കൂടെ ആണെങ്കിലും നമ്മളെ കൂടെ സപ്പോർട്ടായിട്ട് അവരുണ്ടാവും. അതേപോലെ തന്നെ പിന്നെ മോശമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നല്ല കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഉണ്ടാവും. പക്ഷേങ്കിൽ അവർ നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന് നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ അവർ നിൽക്കും. എനിക്ക് അനുഭവം ഉണ്ടായ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്, എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല. അതേപോലെ തന്നെ നമ്മളെ എന്താ പറയുക, നമുക്ക് പല രീതിയിൽ പല ഹെൽപ്പും ചെയ്തു തരാമെന്നും പറഞ്ഞിട്ടും കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സുകളുണ്ടാവും. പക്ഷേങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല നമുക്ക് ഉപകാരപ്പെടുക. എന്തെന്ന് വെച്ചാൽ, ഈ ചിരിച്ചുകൊണ്ട് പല്ല് അങ്ങനെയൊക്കെ പറയില്ലേ, ചിരിച്ച് കഴുത്തിറക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഇങ്ങോട്ട് തിരിയുമ്പോഴേക്കും നമ്മളെക്കുറിച്ച് മോശമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ എന്തോ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഒരാളെ വിശ്വസിച്ചൊരു കാര്യം പറഞ്ഞ്, അതായത് നാലാൾ കൂടുമ്പോൾ നാലാളോട് പറയാതെ ഒരാളോടായിട്ട് നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരാളോട് നമ്മളൊരു കാര്യം പറഞ്ഞ്, അതിലിപ്പോൾ നമുക്ക് അത്രയും വിശ്വാസം ഉണ്ടായിട്ടായിരിക്കും നമ്മൾ പറയുക. പക്ഷേങ്കിൽ നമ്മളങ്ങോട്ട് മാറിക്കഴിയുമ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്ന ഫ്രണ്ട്സും നമുക്കുണ്ടാവും. പക്ഷെ ഇതൊന്നും നമ്മൾ എന്താ പറയുക, ഒരു പക്ഷേ അറിയണമെന്നില്ല ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ട് നമുക്കത് അറിയുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മളെ വിശ്വാസം അതാണ് അവരവിടെ മുതലെടുക്കുന്നതല്ലേ. എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഞാൻ വിശ്വസിച്ചതോടെ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളായിരിക്കും ആദ്യം കാണുക. കാരണം കുടുംബവും നമ്മളെ ഫാമിലിയൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഫ്രണ്ട്സുകൾ ആദ്യം കാണും. പക്ഷേങ്കിൽ നമുക്ക് കുടുംബത്തിനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യും. അതേപോലെ തന്നെ എന്താ പറയുക, ഫ്രണ്ട്സിനോട് പറയാത്ത കാര്യങ്ങൾ നമുക്ക് കുടുംബമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ നമ്മൾ ഷെയർ ചെയ്യുള്ളൂ. പക്ഷേ കുടുംബമായാലും പിന്നെ ഫ്രണ്ട്സായാലും ഞാനിപ്പോൾ പഠിച്ച കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു പരിധി വിട്ടിട്ട്, അതായത് ആരും വിശ്വസിക്കരുത്. അതിപ്പോൾ നമ്മൾ എത്ര നല്ല ഫ്രണ്ടോ ആയിക്കോട്ടെ, അതായത് ഫാമിലിയിലോ ആരും ആയിക്കോട്ടെ, പക്ഷെ ആരെയും കണ്ണടിച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന് ഞാൻ ഇപ്പോൾ ശരിക്കും പഠിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് നല്ല അനുഭവമല്ല കുറച്ചായിട്ട് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളെ കൂടെ നിൽക്കും, നമ്മളെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരൊന്നും നമ്മളെ കൂടെ ഒരിക്കലും നിൽക്കില്ല എന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ പഠിച്ചതാണ്. കാരണം അവർ എന്താ പറയുക, പക്ഷേ
എൻ്റെ ഒരു ഇത് വെച്ച് എനിക്ക് ഭയങ്കര ആത്മാർത്ഥതാണ് എന്ത് കാര്യത്തിലും. ഞാൻ എൻ്റെ ഫ്രണ്ട്സിലാണ് പറഞ്ഞാൽ ഒരിക്കലും എന്താ പറയുക എന്താ പറയുക ഒരു വിഷമം എന്താ പറയുക അവർക്കൊരു വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ ഇനിയിപ്പോൾ എൻ്റെ തല പോയാലും എനിക്കങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമല്ല. അത് ഞാൻ അവർക്ക് അത്രയും മൂല്യം കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട്സാണെങ്കിലും നമുക്ക് മനസ്സ് തുറന്ന് നമ്മൾ സംസാരിക്കുന്ന ആൾക്കാർ നമ്മൾ അത്രയും ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ അനുഭവത്തിൽ വന്നത് ഇത് വിപരീതമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ അനുഭവത്തിൽ ഇതേപോലെയൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. പിന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. കാരണം അതൊക്കെ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. നമ്മളത്രയും ആത്മാർത്ഥതയോടുകൂടി കൂടെ പിടിക്കുന്ന ആൾക്കാർ നമ്മളെ ചതിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ എനിക്കതൊരു വിഷമമുള്ള കാര്യമാണ്. കാരണം ഞാൻ ഫ്രണ്ട്സുകൾക്ക് നല്ല മൂല്യം കൊടുക്കുന്ന ഒരാളാണ്. അതേപോലെ പിന്നെ ഫാമിലി ആണെങ്കിലും പിന്നെ അതിലുപരി ഫ്രണ്ട്സിന് തന്നെയാണ് ഞാൻ ഒരുപാട് ഇത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇനിയിപ്പോൾ അത് ആ ഒരു തകർച്ച എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റില്ല. കാരണം വിശ്വസിച്ച് വഞ്ചിക്കുക എന്നൊക്കെ പറയൂലേ, അതേമാതിരി എനിക്കിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് അത് നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പക്ഷേങ്കിൽ വിഷമം എന്നൊന്നും പറയാൻ ഇല്ല കേട്ടോ. പക്ഷെ നമ്മളൊരാളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് നിൽക്കാമല്ലോ. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ എന്താ പറയുക കുറേ അങ്ങോട്ട് പോയിട്ട് മനസ്സിലാക്കുന്നതിനേക്കാട്ടും നല്ലത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാമല്ലോ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതേപോലെ ആർക്കെങ്കിലും പിന്നെ അനുഭവത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അറിയിക്കുക. അതേപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ഇഷ്ടപ്പെട്ടാൽ എന്താ പറയുക ലൈക്കും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താ പറയുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും വൈൻഡ്. അതേപോലെ ഞാനിതിൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഭയങ്കര വിഷമമായിട്ട് തോന്നി. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം നമ്മൾ ഈ ഫാമിലിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഇല്ലേ. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പിന്നെ എന്താ പറയുക അറിയട്ടെ എന്ന് കരുതിയിട്ടാട്ടോ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഏതായാലും പിന്നെ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.